ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकम् वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत। ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 4 40ാമത്തെ ശ്ലോകം മുതൽക്ക്. അജ്ഞാശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനാം. അജ്ഞാശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനാ. സുജി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി ന്യായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനാ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി ന്യായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. കേൾക്കുന്നുണ്ടോ? ആ. ഓം നമോ ഭഗവതേ വാസുദേവായ. അജ്ഞശ്ച അശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി ന്യായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. വിവർത്തനം. ദിവ്യപൂജ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാതർ കി ജയ്. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ട്യാ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വരാവബോധം ലഭിക്കുന്നില്ല. അവർ അധപ്പതിക്കുന്നു. സംശയാലുവായ ജീവനെ ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭിക്കുന്നില്ല. ഇത് ബൈഹാർട്ട് ശ്ലോകമല്ലായിരുന്നു? നോക്കണം, ഓർമ്മയില്ല മാതാജി. Okay. So, but ignorant and faithless persons who doubt the revealed scriptures do not attain God consciousness. They fall down. For the doubting soul, there is no happiness, neither in this world. For the doubting soul, there is happiness neither in this world nor in the next. ഇവിടെ ഭഗവാൻ പറയുന്നത് ഇഗ്നോറൻ്റ് ആയിട്ടുള്ള, ജ്ഞാനമില്ലാത്ത ആൾക്കാർ, അവിദ്യ, അജ്ഞത, ഫെയ്ത്ത്ലെസ്, വിശ്വാസം, പിന്നെ അതേ സമയത്ത് തന്നെ നമ്മളുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ വിശ്വസിക്കാത്ത ആൾക്കാർ, ഹു ഡൗട്ട് ദ റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സ്.
സ്ക്രിപ്ചർ എന്താണ്? സ്ക്രിപ്ചർ നമ്മൾ ഉണ്ടാക്കിയത്, മാൻമെയ്ഡ് അല്ല. ഓക്കെ, ഭഗവാൻ തന്നെ തന്നതാണത്. അതുകൊണ്ടാണ് അപൗരുഷയ എന്ന് പറയുന്നത്. ഭഗവാൻ സ്വയം നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇത് നമ്മളാരും കമ്പൈൽ ചെയ്തല്ല, നമ്മളാരും കമ്പോസ് ചെയ്തല്ല, നമ്മളുടെ രചനയല്ല അത്. ഒരു ഭൗതിക തലത്തിലുള്ള ഒരു ലിറ്റററി പേഴ്സണാലിറ്റീസോ ഒരു പോയറ്റോ അല്ലെങ്കിൽ സ്കോളറോ ഒന്നും എഴുതിയതല്ല അത്. അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ അതിനെന്തായിരിക്കും പ്രശ്നം? ഇപ്പോൾ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു കവി ഭാഗവതം എഴുതാണ് അല്ലെങ്കിൽ രാമായണം എഴുതാണ്, അതിൽ എന്തായിരിക്കും പ്രശ്നം? അതിന് പൂർണ്ണത ഉണ്ടാവില്ല, അപ്പൊ തെറ്റ് പറ്റാം, പിന്നെ ഊഹാപോഹങ്ങളിലൂടെ ഒക്കെ ഉള്ളതായിരിക്കും. മാനസികമായിട്ടും ഊഹാപോഹങ്ങളിലൂടെ ഒക്കെ ഉള്ളതായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 പ്രശ്നങ്ങളാണെന്നുള്ളത്. ഓക്കെ, അതിൽ ഇംപെർഫെക്റ്റ് സെൻസസ് ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നതിലും മാതാജി പറഞ്ഞാൽ പൂർണ്ണത ഉണ്ടായിരിക്കില്ല. അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കാം. കാരണം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്താണോ നമ്മൾ മനസ്സിലാക്കുന്നത് അതനുസരിച്ചായിട്ട് നമ്മൾ എഴുതുന്നത്. നമ്മളുടെ അനുഭവങ്ങൾ എന്താണോ അതാണ് നമ്മൾ കാവ്യരൂപത്തിലും ഗദ്യരൂപത്തിലും ഒക്കെ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണത അല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ തെറ്റ് പറ്റും. പിന്നെ പർപ്പസ്ലി നമ്മൾ തെറ്റ് ചെയ്യും, അതായത് ചീറ്റിംഗ് ചെയ്യും, ചതിക്കും അല്ലേ? പിന്നെ നമ്മൾ മായയുടെ അധീനത്തിൽ വരുമ്പോൾ ഒരുപാട് ഇല്യൂഷൻസ് സംഭവിക്കും. ശരി തെറ്റായിട്ടും തെറ്റ് ശരിയായിട്ടൊക്കെ തോന്നും അല്ലേ? വേനൽക്കാലത്ത് നമ്മൾ പോകുന്ന സമയത്ത് ദൂരെ നമുക്ക് വെള്ളം കാണുന്നു, അവിടെ വെള്ളമില്ല ആക്ച്വലി. കയറിനെ പാമ്പായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, അങ്ങനെ ഇല്യൂഷനിൽ പെടും. ഈ 4 കാരണങ്ങൾ കൊണ്ട് നമ്മൾ പറയുന്നതും എഴുതുന്നതും ഒന്നും 100% ശരിയായിക്കൊള്ളുന്നില്ല. അപ്പൊ റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞെന്താണ്? റെവലേഷൻ, വെളിപ്പെടുത്തുന്നതാണ്. ആരാണ് വെളിപ്പെടുത്തുന്നത്? ഭഗവാൻ സ്വയം. ഭഗവാൻ സ്വയം വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധികൾ മുഖേന അത് വെളിപ്പെടുത്തുന്നു, ഓത്തറൈസ് റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പൊ അതിനെ സംശയിക്കുന്ന ആൾക്കാർ ശാസ്ത്രഗ്രന്ഥം ഭഗവാൻ സ്വയം തന്നാണ്. ആ ഭഗവാന് ഈ 4 ഡിഫക്ട്സും ഇല്ലാത്ത ആളാണ്. അപ്പൊ എന്ത് ഭഗവാൻ പറയുന്നു അത് ധർമ്മമാണ് അല്ലേ? അതിനെ നമ്മൾ സംശയിക്കാൻ പാടില്ല. അപ്പോൾ ഇഗ്നോറൻ്റ്, അവിദ്യയിലുള്ള അജ്ഞതയിലുള്ള ആൾക്കാർ, ഓക്കെ, വിശ്വാസമില്ലാത്ത ആൾക്കാർ, ശാസ്ത്രഗ്രന്ഥങ്ങളെ വിശ്വസിക്കാത്ത ആൾക്കാർ, അതിനെ സംശയിക്കുന്ന ആൾക്കാർ, ഇവർക്കൊന്നും ഭഗവാന്റെ ഭക്തി കിട്ടില്ല. Do not attain God consciousness. They fall down. They fall down to lower species. കാരണം ആ ഭഗവാനിൽ വിശ്വാസവും ഭക്തിയും ഇല്ലാത്ത കാരണം അവർക്ക് പതനം സംഭവിക്കുന്നത്. എന്താണ്? ലോവർ സ്പീഷീസിലേക്ക്. വീണ്ടും ഇപ്പൊ നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയത് ഭാഗ്യമാണ്. എന്തോ ഒരു സുഹൃത്തി, ആരുടെ ഒരു കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് മനുഷ്യജന്മം കിട്ടി. അപ്പൊ ഈ മനുഷ്യജന്മത്തിൽ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഭക്തിയും വിശ്വാസവും ശാസ്ത്രഗ്രന്ഥങ്ങളിലുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസും ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? വീണ്ടും നമ്മൾ ഫോൾ ഡൗൺ ആവുമെന്ന് പറയുന്നു. ഇതേ ഫോൾ ഡൗൺ എവിടേക്ക്? താഴ്ന്ന യോനികളിലേക്ക്. മൃഗം, മത്സ്യങ്ങള്, പക്ഷികള്, വൃക്ഷങ്ങള്, അങ്ങനെയുള്ള യോനികളിലേക്ക്. പിന്നെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് വീണ്ടും മനുഷ്യജന്മം കിട്ടുന്നത്. അപ്പോൾ ഈ മനുഷ്യജന്മം അത്ര വിരളമല്ല, വളരെ വിരളമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ശരിക്കും ഉപയോഗിക്കുക വേണം. എങ്ങനെ? ഭഗവാനിൽ വിശ്വാസം, ആ ഭഗവാനിൽ വിശ്വാസം ജനിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രഗ്രന്ഥത്തിൽ നമുക്ക് വിശ്വാസം വേണം. ഓക്കെ, ഗുരു, സാധു, ശാസ്ത്ര. ഗുരുവിൻ്റെയും സാധുവിൻ്റെയും ആധാരം എന്താണ്? ശാസ്ത്രമാണ്. ശാസ്ത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ശാസ്ത്രത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഗുരുവിലും സാധുക്കളിലും വിശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ശാസ്ത്രത്തിൽ വിശ്വാസമാണ്. അപ്പൊ അങ്ങനെ സംശയം ഉള്ള ആൾക്കാർക്ക്
For the doubting soul, there is happiness neither in this world nor in the next. അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സന്തോഷം കിട്ടില്ല, അല്ലേ? അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ്? നമുക്ക് ശ്രദ്ധ വേണം, വിശ്വാസം വേണം, റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സിൽ നല്ല ദൃഢമായിട്ടുള്ള വിശ്വാസം വേണം. അത് ഭഗവാൻ തന്നെ വാക്കുകളാണ് എന്നുള്ള വിശ്വാസം, ദൃഢവിശ്വാസമാണ്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമേ ഭക്തിയിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റൂ. ഭക്തിയിൽ പ്രോഗ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ധാമിലേക്ക് പോകാൻ പറ്റൂ. സംശയാലു ആത്മാക്കൾക്ക് എന്താണ്? അവർക്ക് ഇവിടെയും പരലോകത്തും അതായത് അടുത്ത ലോകത്തും യാതൊരു ഹാപ്പിനെസ്സും സന്തോഷം കിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, ഇഹലോകം പരലോകം എന്നല്ലേ പറയുന്നത്? എന്താണ് മലയാളത്തിൽ പറയുന്നത്? ഇഹലോകം പരലോകം, ഇഹം പരം എന്ന് പറയും. ഇഹം പരം. ഓക്കെ. ഇവിടെയും അടുത്തേലും. So out of many standard and authoritative revealed scriptures, the Bhagavad Gita is the best. എന്താണ് പ്രഭുപാദ വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഒരുപാട് അതോറിറ്റേറ്റീവ് റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ ഭഗവത്ഗീതയാണ് മുൻപന്തിയിൽ. എന്താണ് കാരണം? ഭഗവത്ഗീതയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്താണ്? ഒരുപാട് സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. ഭഗവാന്റെ അധരപത്മങ്ങളിൽ നിന്ന് വന്നതുകൊണ്ട് നേരിട്ടിട്ട് ഭഗവാന്റെ അധരപത്മങ്ങളിൽ നിന്ന് വന്നതാണ്, അല്ലേ? അതാണ് ഡയറക്ട്ലി സ്പോക്കൺ, ഡയറക്ട്ലി ആണ്. മറ്റതൊക്കെ ആചാര്യന്മാർ അത് തെറ്റാന്നല്ല പറയുന്നത്, പക്ഷേ ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്. കാരണം ഭഗവാൻ സ്വയം പറഞ്ഞു കൊടുക്കുന്നതാണ്, ഒരു മീഡിയേറ്ററും ഇല്ല അവിടെ, അല്ലേ? ഭഗവാൻ സ്വയം അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. Bhagavad Gita is best because it is spoken by the Supreme Lord. Persons who are almost like animals have no faith in or knowledge of the standard revealed scriptures, and some, even though they have knowledge of or can cite passages from the revealed scriptures, have actually no faith in these words. So, പല ആൾക്കാരും അവർ അനിമൽ കാറ്റഗറിയിലാണ് ഇവിടെ കാണുന്നത്, മൃഗങ്ങളുടെ കാറ്റഗറിയിൽ. കാരണം അവർക്ക് വിശ്വാസമില്ല. ഓക്കെ, അവരുടെ നോളജും സ്റ്റാൻഡേർഡ് സ്ക്രിപ്റ്റേഴ്സും അതിനൊന്നും ശരിക്കുള്ള വിശ്വാസം, ഒരു ഫെയ്ത്തൊന്നും ഉറച്ചിട്ടില്ല. ദോ ദേ ഹാവ് നോളജ്, അവർക്ക് അറിവുണ്ട്, പക്ഷെ സൺസെറ്റ് ശ്ലോകങ്ങളും കോട്ട് ചെയ്യും അവർ പലതും. പക്ഷെ എങ്കിലും അതിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഹാവ് ആക്ച്വലി നോ ഫെയ്ത്ത് ഇൻ ദീസ് വേർഡ്സ്. കോട്ട് ചെയ്യും അവർ, പല ഗ്രന്ഥങ്ങളിൽ നിന്നും കോട്ട് ചെയ്യും, പക്ഷെ അതിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇപ്പോഴും ജനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? ഭഗവത് പ്രാപ്തി കിട്ടില്ല. ആൻഡ് ഈവൻ ദോ അതേഴ്സ് മേ ഹാവ് ഫെയ്ത്ത് ഇൻ സ്ക്രിപ്റ്റേഴ്സ് ലൈക്ക് ഭഗവത് ഗീത, ദേ ഡു നോട്ട് ബിലീവ് ഇൻ ഓർ വേർഷിപ്പ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ശ്രീകൃഷ്ണ. ചില ആൾക്കാർ എന്താണ്, അവർക്ക് ഫെയ്ത്ത് ഉണ്ട് ഭഗവത്ഗീതയിൽ, പക്ഷേ ഭഗവാനെ ആരാധിക്കില്ല. They do not believe in or worship the personality of God ശ്രീകൃഷ്ണ. അത് ചെയ്യില്ല. ഭഗവത്ഗീതയൊക്കെ ശരിയാണ്, പക്ഷേ ഭക്തിത്വ സേവനം ചെയ്യാൻ പറഞ്ഞാൽ അവരിപ്പോൾ ചെയ്യില്ല. പല കാറ്റഗറീസിലുള്ള ആൾക്കാരാണ് പ്രഭുപാദ പറയുന്നത്. സച്ച് പേഴ്സൺസ് കനോട്ട് ഹാവ് എനി സ്റ്റാൻഡിങ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. അങ്ങനത്തെ ഒരു വ്യക്തി, അതായത് നമുക്ക് അടിയുറച്ച വിശ്വാസം വേണം സ്ക്രിപ്റ്റേഴ്സിലും ആചാര്യന്മാരിലും. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസും ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് കൃഷ്ണ കോൺഷ്യസ്നസ്സിൽ യാതൊരു ചാൻസും ഒരു സ്ഥാനവും ഇല്ല എന്നാണ് പറയുന്നത്. ദേ ഫോൾ ഡൗൺ. കുറച്ചു കാലമൊക്കെ അവർ പിടിച്ചു നിൽക്കും, അങ്ങനത്തെ ആൾക്കാർ. അതായത് നമുക്കറിയാം, ജ്ഞാനമുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കലി അത് ഫോളോ ചെയ്യാത്തത് കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പതനം സംഭവിക്കും. ദേ ഫോൾ ഡൗൺ. Out of all the above mentioned persons, those who have no faith and are always doubtful makes no progress at all. അപ്പോൾ ഈ 3 തലത്തിലുള്ള ആൾക്കാരാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും പ്രോഗ്രസ് ഉണ്ടായിരിക്കില്ല. Men without faith in God and his revealed word find no good in this world nor in the next. വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക്
ഈ ലോകത്തോ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലോ അടുത്ത ലോകത്തോ അവർക്ക് യാതൊരു ഗുണം അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. ഫോർ ദം ദർ ഇസ് നോ ഹാപ്പിനെസ് വാട്ട്സോഎവർ. One should therefore follow the principles of revealed scriptures with faith and thereby be raised to the platform of knowledge. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സിൽ, നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വിശ്വാസം വേണം. അതനുസരിച്ചിട്ട് നമ്മൾ ആ ജ്ഞാനം വിജ്ഞാനമായിട്ട് പരിവർത്തനം ചെയ്യും വേണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ജസ്റ്റ് നോളജ് കൊണ്ട് കാര്യമില്ല, അത് നമ്മളത് റിയലൈസ് നോളജ് ആക്കും വേണം എന്നാണ് പറയുന്നത്. Only this knowledge will help one become promoted to the transcendent platform of spiritual understanding. In other words, doubtful persons have no status whatsoever in the spiritual emancipation. സംശയ ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും ആധ്യാത്മിക തലത്തിലേക്ക് അല്ലെങ്കിൽ മുക്തിയിലേക്ക് അല്ലെങ്കിൽ ഭക്തിയിലേക്ക് പ്രൊമോഷൻ പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. One should therefore follow in the footsteps of great acharyas who are in the disciplines association and thereby attain success. അതാണ് നമ്മൾ മഹാജനങ്ങളെ പിന്തുടരണം, അവരുടെ പന്ഥാവിലൂടെ നമ്മൾ സഞ്ചരിക്കണം, അവരുടെ പാത പിന്തുടരണം പറയുന്നത്. മഹാജനോ ഏനകഥാസ്ത പന്ഥ. എന്താണ് മഹാജനങ്ങൾ പറയുന്നത്? അത് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടായിരിക്കും. സ്ലോലി ആൻഡ് ഗ്രാജ്വലി നമ്മളുടെ ആ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ പ്രോഗ്രസിന്റെ പേസ്, അതിൻ്റെ വേഗത കൂടും, കുറയും. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് പെട്ടെന്നായിരിക്കും. സ്ലോ ആണ്, ടേക്ക് ഇറ്റ് ഈസി എന്ന മോഡാണെങ്കിൽ നമ്മൾ സ്ലോ പ്രോഗ്രസ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ വിവിധ തരത്തിലുള്ള ആൾക്കാരാണ്. ഒട്ടും വിശ്വാസമില്ലാത്ത ആൾക്കാരെ, ചില ആൾക്കാർക്ക് വിശ്വാസമുണ്ട്, അവിടുന്ന് ഇവിടുന്ന് ശ്ലോകങ്ങളെല്ലാം കോട്ടിയും, പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കില്ല. ചില ആൾക്കാർ വിശ്വാസമുണ്ട്, പക്ഷെ അതേ സമയത്ത് ഭഗവാൻ കൃഷ്ണന്റെ വേർഷിപ്പിൽ ആരാധനയിൽ അവർക്ക് വിശ്വാസമില്ല. അതിലെ ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡ് വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്. അവർ ഒരിക്കലും അവർക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല. അതേ സമയത്ത് അവർക്ക് പതനം സംഭവിക്കും. മൂന്നാമത്തെ മറ്റു രണ്ട് കാറ്റഗറിയിൽ സ്ലോ ആൻഡ് ഗ്രാജ്വൽ ആയിരിക്കും. പക്ഷെ ഏത് വ്യക്തിയാണോ പൂർണ്ണമായിട്ടും ഭഗവാനെ വിശ്വസിക്കുന്നത്, ഭഗവാന്റെ ആചാര്യന്മാരെ, ഭഗവാന്റെ ശാസ്ത്രഗ്രന്ഥത്തെ വിശ്വസിക്കുന്നത്, അവരുടെ പ്രോഗ്രസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇതാണ്. അപ്പം നമ്മൾ വി ഷുഡ് ഫോളോ ഇൻ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ഗ്രേറ്റ് ആചാര്യാസ്. നമ്മുടെ പ്രസന്റ് സമയത്തുള്ള ആചാര്യന്മാർ നമുക്കറിയുന്നത് ശങ്കരാചാര്യ, രാമാനുജാചാര്യ, മാധവാചാര്യ, ചൈതന്യ മഹാപ്രഭു, പ്രൊമിനന്റ് ആചാര്യാസ്. ആദി ശങ്കരാചാര്യ അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ചതിലൂടെയും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഓക്കെ, അതായത് ബുദ്ധിസത്തിൽ നിന്ന്, എത്തിസത്തിൽ നിന്ന് തിരിച്ച് വേദങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആദി ശങ്കരാചാര്യാണ്. എന്നിട്ടാണ് അതിനെ റിഫൈൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃപ കൊണ്ട് ടോട്ടലി റിഫൈൻഡ് വേർഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സിദ്ധാന്തം. അപ്പോൾ ഈ ആചാര്യന്മാരുടെ എല്ലാം കൃപാകടാക്ഷം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇതിനെപ്പറ്റി അറിയാനുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. അല്ലേ? ഹരേ കൃഷ്ണ. എന്തെങ്കിലും പോട്ടിയില് what you want to come? Okay. യോഗ സന്യസ്ത കർമാണം ജ്ഞാന സഞ്ചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. യോഗ സന്യസ്ത കർമാണം ജ്ഞാന സഞ്ചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോഗ സന്യസ്ത കർമാണം ജ്ഞാനസഞ്ചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. യോഗസന്യസ്തകർമാണം ജ്ഞാനസഞ്ചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. സുചി മാതാജി.
ഹരേ കൃഷ്ണ. കൃഷ്ണ യോ യോഗസന്യസ്ത കർമാണം ജ്ഞാന സംഛിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. ഹരേ കൃഷ്ണ. Okay, Smita Mataji. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. യോഗ സംന്യസ്ത കർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മവന്തം ച കർമാണി നിബന്ധന്തി ധനഞ്ജയ. വിവർത്തനം വായിക്കപ്പെടുന്നു. Right. അല്ലയോ ധനഞ്ജയ, തന്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നവൻ ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. ഹരേ കൃഷ്ണ. Very good. One who acts in devotion service, renouncing the fruits of his action, and whose doubts have been destroyed by transcendent knowledge, is situated factually in the self. There is no bound by the reactions of work or conqueror of riches. ധനഞ്ജയ എന്നാണ് ഭഗവാൻ അർജുനെ ഇവിടെ സംബോധന ചെയ്യുന്നത്. കോൺകറർ ഓഫ് റിച്ചസ്. യുധിഷ്ഠിര മഹാരാജാവിന് രാജസൂയ യജ്ഞം, അതിന് വേണ്ടിയിട്ട് ധനം ശേഖരിച്ചു കൊടുക്കുന്ന ആരായിരുന്നു? അർജുനായിരുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പേര് കിട്ടിയത്, ധനഞ്ജയ, കോൺകറർ ഓഫ് റിച്ചസ്. അപ്പോൾ ഇവിടെ വൺ ഹു ആക്ട്സ് ഇൻ ഡിവോഷൻ സർവീസ്, ഭക്തിയുത സേവനം ചെയ്യുന്ന ആൾക്കാര് അത് മാത്രം ചെയ്ത് പോരാ, വിത്തൗട്ട് എക്സ്പെക്ടേഷൻ ആയിരിക്കണം. നമ്മൾ ഒരു പ്രതിഫലം ഇച്ഛിച്ചിട്ടായിരിക്കരുത് നമ്മൾ ഈ ഭക്തി. നമ്മൾ ഭക്തി ചെയ്യുന്ന ആൾക്കാരുണ്ട്, സകാമ ഭക്തി. അതായത് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാൻ വഴിപാട് ചെയ്യുന്നുണ്ട്, നമ്മൾ നല്ല കാര്യങ്ങൾക്ക് ധനം സംഭാവന ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിസിക്കൽ ഒരു സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, പലതരത്തിലും സട്ടിൽ ലെവലിലും ഗ്രോസ് ലെവലിലും എല്ലാം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ അത് കാര്യമില്ല. റിനൗൺസിങ് ദ ഫ്രൂട്ട്സ് ഓഫ് ഹിസ് ആക്ഷൻ എന്താ പറയുന്നത്, അത് പ്രതീക്ഷിക്കാണ്ട് എക്സ്പെക്ടേഷൻ പാടില്ല. ഹരേ കൃഷ്ണ. ഇപ്പോൾ റിനൗൺസിങ് ദ ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, ശമ്പളം തരണ്ടെന്നാ പറയേണ്ടത്? ഒരു ഓഫീസിൽ പോകുന്നുണ്ട്, മാസം 30-31 ശമ്പളം, എനിക്കൊരു ഫ്രൂട്ട്സും വേണ്ട, അങ്ങനെ ആരെങ്കിലും പറയൂ? പോയിട്ട് സാവിത്രി ടീച്ചർ ജോലിയല്ലേ ചെയ്ത്, ശമ്പളം കിട്ടുമ്പോൾ വേണ്ടെന്ന് പറയാറുണ്ട്. എന്താ അതിന്റെ അർത്ഥം? റിനൗൺസിങ് ദ ഫ്രൂട്ട്സ് ഓഫ് ഹിസ് ആക്ഷൻ. One who acts in devotion service, renouncing the fruits of his actions. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താ മനസ്സിലാക്കി കൊടുക്കുക? ഒരാൾ ചോദിക്കുകയാണ് എന്താ അതിന്റെ അർത്ഥം? അല്ല, ഭഗവാൻ പറയുന്നത് കർമ്മണ്യവാദികാര്യസ്ഥ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യണം, പക്ഷെ ഫലം ഇച്ഛിക്കരുത് അല്ലേ? അതന്നെ. അപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ, നമ്മൾ ജോലി ചെയ്യുന്നു, മാസശമ്പളം തരുമ്പോ എനിക്ക് വേണ്ട എന്ന് പറയോ? അതാണോ ഉദ്ദേശിക്കുന്നത്? എന്താ പറഞ്ഞ? അതെ, അതൊക്കെ ഒരു സൈദ്ധാന്തികമായിട്ട് മാതാജി പറയാണ്. പക്ഷെ അത് എങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കും, ഇതിന്റെ അർത്ഥം എന്താണ്, എങ്ങനെ ഇത് ഉൾക്കൊള്ളേണ്ടത്? 100 രൂപ കിട്ടുകയാണെങ്കിൽ 50 രൂപ ഭഗവാന്റെ ആവശ്യത്തിന്, 25 രൂപ നമ്മുടെ ആവശ്യത്തിന്, 25 രൂപ വീട്ടുകാർക്ക്. അത് രൂപഗോസ്വാമി പറഞ്ഞത് നമ്മുടെ ധനം എങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഇവിടെ ചോദ്യം അതല്ല. റിനൗൺസിങ് ദ ഫ്രൂട്ട്സ് ഓഫ് ഹിസ് ആക്ഷൻസ്. അപ്പൊ പിന്നെ ശമ്പളം മേടിക്കണം? അത് ഭഗവാന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി. അതായത് നമ്മളിപ്പോ കുടുംബം എല്ലാവരും ഇതാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന്
നല്ലതും ചീത്ത അതൊരു എന്താ പറയാ നിയത കർമ്മം പോലെ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത തരത്തില് കർമ്മം ചെയ്യുക. ഓക്കെ, എല്ലാരും അഗ്രി ചെയ്യുന്നു? അതെ അതെ അതെ. അപ്പൊ റിനൗൺസിങ് ദ ഫ്രൂട്ട്സ് ഓഫ് ഹിസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശമ്പളം നമ്മൾ മേടിച്ചിരിക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളുടെ കുടുംബജീവിതം വേണ്ടേ, അതിന് പൈസ വേണ്ടേ, പൈസ ഇല്ലാതെ ജീവിതം നടക്കുമോ? പക്ഷെ ഇതൊന്നും നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഇന്ദ്രിയ തൃപ്തി അല്ലാതെ നമ്മളുടെ ഡ്യൂട്ടി, ധർമ്മം, കർമ്മം, കടമ ഇതെല്ലാം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ ആവശ്യമാണ്. അപ്പൊ ആ ലക്ഷ്മി അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ അതിൻ്റെ ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻസ് റിനൗൺസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം കൃഷ്ണാവബോധത്തിലാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. നമ്മൾ മക്കളെ വളർത്തുന്നതും കൃഷ്ണാവബോധത്തിലാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും കൃഷ്ണാവബോധത്തിലാണ്, നമ്മൾ ബാക്കി ഓരോ കാര്യങ്ങളും റെന്റ് പേ ചെയ്യുന്നതും ഇലക്ട്രിസിറ്റി ബിൽ ചെയ്യുന്നതും ടെലിഫോൺ ബിൽ പേ ചെയ്യുന്നതും ഇതെല്ലാം സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. ഇതിനെ നമ്മൾ മെറ്റീരിയൽ ആയിട്ട് കാണുമ്പോഴാണ് പ്രശ്നം വരുന്നത്. 2 മണിക്കൂർ സമയം ഭഗവാന്, ബാക്കിയുള്ളത് എനിക്ക്. 22 മണിക്കൂർ ഞാൻ എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടും 2 മണിക്കൂർ ഭഗവാന് വേണ്ടിയിട്ടും ഞാൻ നീക്കി വയ്ക്കും എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. 24 മണിക്കൂർ നമ്മൾ ചെയ്യുന്നതെല്ലാം സ്പിരിച്വലൈസ് ആക്കണം. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ റിനൗൺസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ എന്തിനാണ് എല്ലാം ഭഗവാനും വേണ്ടി ഉപയോഗിക്കുന്നു? അവിടെ റിനൗൺസിയേഷന്റെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൊ ശമ്പളം മേടിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ കർമ്മണ്യവാധികാരസ്ഥ മാ ഫലേഷു കഥാചന, നമ്മൾ കർമ്മം ചെയ്യാൻ ഉള്ള ആൾക്കാരാണ്. കർമ്മം ചെയ്യേണ്ടത് നമ്മളുടെ കടമയാണ്, കർത്തവ്യമാണ്. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക, അതായത് ഫലം നമ്മുടെ കയ്യില, നമ്മുടെ കൺട്രോളല്ല. എന്താണോ കിട്ടുന്നത്, എന്താണ് എതിർച്ചയാ ലാഭസന്തുഷ്ടോ, അത് എന്താണ് നമുക്ക് വരുന്നത് അതിൽ തൃപ്തരാവണം. അത് നമ്മുടെ കൺട്രോളിലല്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേതനം മേടിക്കണ്ടെന്നോ അങ്ങനല്ല അതിൻ്റെ അർത്ഥം. പല ആൾക്കാരും ഇതിനെ വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറയേണ്ടത്. ഭഗവാന്റെ സേവനത്തിന് ചെയ്യുന്നതെല്ലാം എന്താണ് സ്പിരിച്വൽ ആണ്, മറ്റത് മെറ്റീരിയൽ ആണ്. നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നത് മെറ്റീരിയൽ ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും സ്പിരിച്വലൈസ് ആക്കുകയാണെങ്കിൽ അവിടെ ഈ പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മൾ പ്രഭുപാദ 24 മണിക്കൂറും കൃഷ്ണ കോൺഷ്യസ് ആണ്. 24 മണിക്കൂറും അയാൾ ഉറങ്ങുന്നതും കൃഷ്ണ കോൺഷ്യസ് ആണ്. അദ്ദേഹം എന്ത് ജോലി ചെയ്യുന്നോ, ഈവൻ ലീഗൽ കേസ് ഉണ്ട് കോർട്ടിൽ, അതും കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ് ആണ്. കൺസ്ട്രക്ഷൻ ചെയ്യുന്നു ടെമ്പിൾ, അതും കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ് ആണ്. ഒരാളെ ചാസ്റ്റൈസ് ചെയ്യുന്നു, അതും കൃഷ്ണ കോൺഷ്യസ് ആണ്. അപ്പൊ അതിലൊന്നും യാതൊരു വ്യത്യാസം കണ്ടില്ല. നമ്മുടെ അങ്ങനെയല്ല. ഒരാളോട് ദേഷ്യം വരുന്നത് നമ്മുടെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രസിന് വേണ്ടിയിട്ടായിരിക്കില്ല ഒരാളെ ചീത്ത പറയുന്നത്. എങ്ങനെയെങ്കിലും അദ്ദേഹം അധപ്പതിക്കട്ടെ എന്നായിരിക്കും നമ്മുടെ മനസ്സിലുള്ളിരിക്കുന്നത്. കാരണം ശത്രുവാണ് അദ്ദേഹം. ഒരു ശത്രുവിനെ കൂടി ഒരു നല്ലത് വരണമെന്ന് വിചാരിച്ചിട്ടാണ് അവരോട് ദേഷ്യപ്പെടുക. അപ്പൊ ആ തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാൾക്ക് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. അപ്പൊ ടോട്ടലി ഡിവോഷണൽ ആക്ടിവിറ്റി, അതാണ് വൺ ഹു ആക്ട്സ് ഇൻ ഡിവോഷണൽ സർവീസ് റിനൗൺസിങ് ദ ഫ്രൂട്ട്സ് ഓഫ് ഹിസ് ആക്ഷൻ. അതായത് തൻ്റെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് അതൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതെല്ലാം ഡൗട്ടേൽ ഫോർ സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ശമ്പളം മേടിക്കേണ്ട അതല്ല പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്തോളൂ, ഞാൻ ഭക്തനാണ്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനല്ല, അത് മേടിക്കണം. നമ്മളുടെ ദൈനംദിന ജീവിതത്തിനുള്ള ആവശ്യം അത് പൂർത്തീകരിക്കണം. പിന്നെ അതേസമയം ഭഗവാന്റെ കാര്യങ്ങളിലും അത് ഉപയോഗിക്കണം. മാതാജി പറഞ്ഞത് വളരെ നല്ലത്. 50% ഭഗവാന്റെയിലും 25. അത് രൂപഗോസ്വാമി നമ്മുടെ ധനത്തിനെ എങ്ങനെ കൃഷ്ണ കോൺഷ്യസ് വേല് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ചെന്നിട്ടുള്ള ആ ഒരു ഇതാണ് മാത്രം. രൂപഗോസ്വാമി സ്വയം അത് പ്രകാരം ചെയ്തിരിക്കുന്നത്. അതൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് തുടക്കത്തില് 1%
5%, 10%, അങ്ങനെ നമുക്ക് പതുക്കെ പോകാം. ആദ്യം തന്നെ ഒരടിക്ക് 50% നിങ്ങൾ ഭഗവാൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരും കൃഷ്ണ കോൺഷ്യസിൽ വരില്ല. കാരണം അതിന് നമ്മൾ തയ്യാറല്ല. ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഭക്തി ഡെവലപ്പ് ചെയ്തിട്ട് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു ഭക്തനായി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ജസ്റ്റ് നാമം ജപിച്ചാൽ മതി, ജസ്റ്റ് നിങ്ങൾ വന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് പ്രസാദം ഞങ്ങൾ തരാം, ഒരു നായ പൈസ വെക്കണം. പിന്നെ അവരത് മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും ഞാനും കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, തോന്നില്ലേ? അങ്ങനെയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ നിബന്ധനകൾ വെച്ചാൽ ഒരാളും വരില്ല. ഇത് സ്വന്തം തോന്നണം, ഭക്തി ചെയ്യണമെന്ന് സ്വന്തം തോന്നണം. അപ്പൊ അതിനുള്ള ജ്ഞാനം കൊടുക്കുക. ആ ജ്ഞാനത്തിന്റെ കൂടെ എന്താണ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൊടുക്കേണ്ടത്? ഒന്ന് നാമം, പിന്നെ പ്രസാദം. രണ്ടും പ്യൂരിഫൈ ചെയ്യുന്നതാണ്. ആദ്യം തന്നെ നിയമങ്ങൾ പറയുന്നതിന് മുമ്പേ ആദ്യം എന്താ ചെയ്യണം? പ്രസാദം കൊണ്ട് അട്രാക്ട് ചെയ്യണം, നാമം കൊണ്ട് അട്രാക്ട് ചെയ്യണം, കീർത്തനം, ഫെസ്റ്റിവൽസ്, പിന്നെ ഡിവോട്ടി കെയർ. അതായത് ഭക്തന്മാരെ എങ്ങനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ. അപ്പോൾ മാത്രമേ അവർക്ക് നമ്മളോട് താല്പര്യം തോന്നുള്ളൂ, അപ്പോൾ മാത്രമേ നമ്മൾ പറയുന്നത് കേൾക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നും. അപ്പോൾ ഒരു ഡിവോട്ടി കെയറും വളരെ ഇതാണ്. ഒരു ഡിവോട്ടിയെ കാണുമ്പോൾ തന്നെ അവരായിട്ട് നമുക്ക് സംസാരിക്കാൻ തോന്നണം, അവരായിട്ട് ഇടപഴകാൻ തോന്നണം. അങ്ങനത്തെ ഒരു മാഹോൾ, അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതായത് ഏതൊരു വ്യക്തിയാണോ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്, ഒരു ടെമ്പിളിലായാലും ശരി, കോൺഗ്രിഗേഷനായാലും ശരി, ആ ടെമ്പിളിന്റെ പ്രധാനമായിട്ട് ലീഡ് ചെയ്യുന്ന ആ ലീഡർ, സെർവൻറ്റ് ലീഡറിന്റെ കടമയാണ്, കർത്തവ്യമാണ്, അതായത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പൊ അതിന് ഇത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഒന്ന് ഡിവോട്ടി കെയർ, അതായത് ഡിവോട്ടീസിനെ എങ്ങനെ പരിചരിക്കണം, എങ്ങനെ അവരെ കൾട്ടിവേറ്റ് ചെയ്യണം, എങ്ങനെ ഭഗവാന്റെ നാമം എത്തിക്കണം. അപ്പൊ അതില് സ്നേഹത്തോടു കൂടിയിട്ട് അവരെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. വടിയെടുത്തിട്ട് പറ്റില്ല. പോലീസ് മുറയിൽ കാര്യം നടക്കില്ല. നടക്കുമോ? നാമം ജപിക്കേ, ഞാൻ എന്താ വടി പിടിച്ചിരിക്കുകയാണ് പറഞ്ഞാൽ ആരും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് വളരെ നന്നായിട്ട് നമ്മുടെ ഡീലിങ്സ്, നമ്മളെ സംസാരിക്കാതെ തന്നെ നമുക്ക് പ്രീച്ച് ചെയ്യാൻ നടക്കണം. നമ്മൾ പ്രീച്ച് നടക്കണം, അതായത് നമ്മളുടെ ആചരണത്തിലൂടെ. അതാണ് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിക്ക്, വൺ ഹു ആക്ട്സ് ഇൻ ഡിവോഷൻ സർവീസ്, റിനൗൺസിങ് ദ ഫ്രൂട്ട്സ് ഓഫ് ഹിസ് ആക്ഷൻസ് ആൻഡ് ഹൂസ് ഡൗട്ട്സ് ഹാവ് ബീൻ ഡിസ്ട്രോയ്ഡ് ബൈ ട്രാൻസിനോട്. അപ്പം നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും തുടക്കത്തിൽ. കാരണം നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ കൂടാൻ കാരണം നമുക്ക് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒരുപാട് നോളജ് ഉണ്ട്, ഒരുപാട് അറിവുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അറിവ് കിട്ടും, അതൊന്നും ഓതന്റിക് ആയിട്ടുള്ള അറിവായിരിക്കില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തു വരുന്നുണ്ടായിരിക്കും. ശരിയാവാം, തെറ്റാവാം. ഓക്കെ, അന്ധവിശ്വാസങ്ങൾ കൂടി ഉണ്ടാവും, സദാചാരം ഉണ്ടാവും, ദുരാചാരം, എല്ലാം മിക്സ് ആയിരിക്കും. അപ്പൊ ഏത് ശരി ഏത് തെറ്റ് നമുക്ക് അറിയാണ്ടാവില്ല. പിന്നെ അവിടുന്ന് ഇവിടുന്ന് നമ്മൾ കാണുന്നു, കേൾക്കുന്നു, ഇതെല്ലാം കൂടി മിക്സ്ചർ ആയിട്ടുള്ള ഒരു നോളജാണ് നമുക്ക് ഇപ്പം ഉള്ളത്. അപ്പൊ അതൊരു സിസ്റ്റമാറ്റിക് നോളജ് ആവണമെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലെ ഒരു ആചാര്യന്റെ, ഒരു നല്ലൊരു ഭക്തന്റെ അവരുടെ കീഴിൽ, അവരുടെ ആ ഒരു കൗൺസിലിങ്ങില്, മെന്റർഷിപ്പിൽ നമ്മൾ വേണ്ടുന്ന വിധത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമ്മളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കും. അതാണ് പറഞ്ഞത്, ഹൂസ് ഡൗട്ട്സ് ഹാവ് ബീൻ ഡിസ്ട്രോയിഡ് ബൈ ട്രാൻസെൻഡന്റ് നോളജ്. അപ്പൊ നമ്മുടെ സംശയങ്ങളെ എങ്ങനെ ദൂരീകരിക്കുക? ഈ ദിവ്യമായിട്ടുള്ള ജ്ഞാനം ആർജിച്ചിട്ട് മാത്രമാണ്. അതിന് നമുക്ക് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വേണം, ഓക്കെ, ഗുരുജനങ്ങൾ വേണം, ആചാര്യന്മാരുടെ ഇത് വേണം, സ്ക്രിപ്റ്റേഴ്സ് വേണം. അതാണ് ഗുരു സാധുശാസ്ത്രം. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി മാത്രമാണ് സിറ്റുവേറ്റഡ് ഫാക്ച്വലി ഇൻ ദ സെൽഫ്. ഫാക്ച്വലി ഇൻ ദ സെൽഫ് അതായത് എന്താണ് മലയാളത്തിൽ പറഞ്ഞാൽ ഒന്ന് വായിക്കൂ. ലാസ്റ്റ് സെന്റൻസ് ആണോ പ്രഭുജി? അതെ. ഭഗവത് അംശം എന്ന നിലയിൽ തികച്ചും
കൃഷ്ണാവബോധമാർന്ന അയാൾ ആത്മനിഷ്ഠനായി കഴിഞ്ഞു. അതുകൊണ്ട് കർമ്മബന്ധങ്ങൾക്ക് അതീതനുമായി. ആത്മനിഷ്ഠ, ആത്മാവിൽ സ്ഥിതി ചെയ്യുക, ആത്മാവിൽ കുടികൊള്ളുക. അതായത് എന്താണ്? കൃഷ്ണ കോൺഷ്യസ് ആവുക, കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുക, ശാരീരിക അവബോധത്തിലല്ല. ആത്മാവാണ്, മറ്റേതെല്ലാം ടെമ്പററി ആണ്. ശരീരം ടെമ്പററി ആണ്. അത് ഒരു ഉപാധി മാത്രമാണ് നമുക്ക് ഭക്തി ചെയ്യാൻ. ഈ ഭൗതിക ലോകത്തില് എന്താ, എല്ലാവർക്കും ശരീരം ആവശ്യമാണ് അല്ലേ? ശരീരമില്ലാണ്ട് ജീവിക്കാൻ പറ്റും? ഒന്നല്ലെങ്കിൽ ഭൗതിക ശരീരം വേണം, അല്ലെങ്കിൽ ആധ്യാത്മിക ശരീരം വേണം. സ്പിരിച്വലൈസ് ആയിരിക്കണം ശരീരം, എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ശരീരമുണ്ട്. ഇവിടെ ഭൗതിക ലോകത്തിൽ ഭൗതിക ശരീരം, ആധ്യാത്മിക ലോകത്തിൽ ആധ്യാത്മിക ശരീരം. അപ്പോൾ അതാണ് ആത്മനിഷ്ഠ, അതിലേക്ക് ഉയർത്തപ്പെടണം നമ്മൾ. അപ്പൊ അങ്ങനത്തെ വ്യക്തി 24 മണിക്കൂറും ഭഗവത് സേവനം ചെയ്യണം. അതുകൊണ്ട് മറ്റുള്ള കടമകളെല്ലാം നമ്മൾ നിർത്തിവെക്കണം എന്നല്ല, അതെല്ലാം സ്പിരിച്വലൈസ് ആക്കിയത്രേ ഉള്ളൂ. അതാണ് കൃഷ്ണാവബോധത്തിലുള്ള കാര്യങ്ങൾ. ഒരു ജോലിയും നമ്മൾ ഓഫീസിൽ പോകണമെങ്കിൽ അത് നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുകൊണ്ട് പഠിപ്പിക്കണം, അത് നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. വേറെ കാര്യങ്ങൾ, സോഷ്യൽ ആക്ടിവിറ്റീസ്, അതെല്ലാം സ്പിരിച്വലൈസ് ചെയ്യുക. നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് ആവരുന്നരുത്. നമ്മൾ ചെയ്യുന്ന ആ ഒരു കർമ്മം കൊണ്ട് നമുക്കും പുരോഗതി വേണം. അതേസമയം ആർക്കു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അവർക്കും പുരോഗതി. ആത്മീയ തലത്തില്, ഡിവോഷണൽ ലെവലില് ഓക്കെ, ഒരു സ്റ്റെപ്പെങ്കിലും നമ്മൾ കാരണം ആ ഒരു വ്യക്തി ഭഗവാനോട് അടുക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയാണ്. അല്ലാണ്ട് നമ്മൾ സേവനം ചെയ്തൊരു കാര്യമില്ല. സേവനം ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ, ആർക്കാണോ സേവനം ചെയ്യുന്നത്, ആ ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ഡിവോട്ടീസ്, അവർക്ക് നമ്മൾ കാരണം ഒരു പെർസെൻറ്റേജ് ആധ്യാത്മിക തലത്തില് ഉയർച്ച ഉണ്ടാവണം. അപ്പൊ നമ്മൾ സക്സസ് ആയി. പ്രഭുപാദ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഇത്രയും, ഞാൻ ഈ സ്ഥാപനം തുടങ്ങി, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഇസ്കോൺ, ഒരു സോള് ഒരു ശുദ്ധഭക്തനായാൽ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞു. ജസ്റ്റ് വൺ സോൾ. പിന്നെ ബാക്കി അദ്ദേഹം നോക്കിക്കോളും. ഹി ക്യാൻ മേക്ക് മില്യൺസ് ഓഫ് സോൾസ് ഇൻ ടു കൃഷ്ണ കോൺഷ്യസ്നസ്. അതേപോലെ റഷ്യയിലെ ചില പ്രഭാതർ ഒരു ഡിവോട്ടി ഉണ്ടാക്കിയിട്ടു, ഒരൊറ്റ ഡിവോട്ടി, ജസ്റ്റ് വൺ ഡിവോട്ടി. ആൻഡ് ദാറ്റ് ഡിവോട്ടി മേഡ് ഫ്ലഡഡ് ദ ഹോൾ റഷ്യ വിത്ത് കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പോ ക്വാണ്ടിറ്റിയിലല്ല, ക്വാണ്ടിറ്റി ഉണ്ടാവണം തീർച്ചയായിട്ടും, പക്ഷെ നമ്മുടെ എന്താണ് ക്വാളിറ്റി. ഒരു നല്ലൊരു ഭക്തൻ ഉണ്ടായി കഴിഞ്ഞാൽ മതി, അതിന്റെ പ്രചാരണം നടക്കും. അതിനാ ഉദാഹരണം റഷ്യയുടെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് വൺ ഹു ആക്ട്സ് ഇൻ ഡിവോഷണൽ സർവീസ്, റിനൗൺസിംഗ് ദ ഫ്രൂട്ട്സ് ഓഫ് ഹിസ് ആക്ഷൻ ആൻഡ് ഹൂസ് ഡൗട്ട്സ് ഹാവ് ബീൻ ഡിസ്ട്രോയ്ഡ് ബൈ ട്രാൻസെൻഡന്റ് നോളേജ് ഈസ് സിറ്റുവേറ്റഡ് ഫാക്ച്വലി ഇൻ ദ. അപ്പോൾ ട്രാൻസെൻഡന്റ് നോളേജ് പറഞ്ഞാൽ ലൈക്ക് സോഡ്, ഒരു വാള് പോലെയാണ്, വളരെ മൂർച്ചയുള്ള ഒരു വാളാണത്. അപ്പൊ നമ്മളുടെ ഭൗതിക തലത്തിലുള്ള എല്ലാ ബന്ധനങ്ങളെയും അത് കട്ട് ചെയ്യും, എല്ലാ കുരുക്കുകളെയും അത് കട്ട് ചെയ്യും. ആ കുരുക്കുകൾ നമുക്ക് അഴിക്കാൻ പറ്റില്ല, അതിനെ കട്ട് ചെയ്യാനേ പറ്റുള്ളൂ. കട്ട് വിത്ത് സോഡ് ഓഫ് നോളേജ്. അതാണ് ട്രാൻസെൻഡന്റ്. ട്രാൻസെൻഡന്റ് എന്താണ് വാള് പോലെ പറഞ്ഞത്? സോഡ് ഓഫ് നോളേജ്, അറിവിന്റെ വാള്. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുക. ഒരുപാട് നമ്മുടെ കുരുക്കുകളുണ്ട്. ഇപ്പോൾ ഒരു, ഞാൻ പറയുന്നത് ഉദാഹരണം എപ്പോഴും പറയുന്ന, ഒരു നൂലെടുത്ത് ഒരുപാട് കെട്ട് കെട്ടിയാൽ അതിനെ നമുക്ക് കെട്ടഴിക്കാൻ പറ്റുമോ? രണ്ട് നൂലെടുത്ത് 1000 കെട്ട് കെട്ടി ജീവിതകാലം മുഴുവൻ ഇരുന്നാലും അതിനെ കെട്ടഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെന്താ ചെയ്യുക? അതിനെ കട്ട് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അതാണ് നമ്മളുടെ ഈ സോർട്ട് ഓഫ്, ഈ അറിവാകുന്ന വാളുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അറ്റാച്ച്മെന്റ്സ്, ഭൗതിക തലത്തിലുള്ള അറ്റാച്ച്മെന്റ്സ് എല്ലാം മുറിച്ചു മാറ്റണം. എന്നിട്ട് ഭഗവാനോട് അറ്റാച്ച് ചെയ്യണം. അതാണ് ഈ നോളജ് ഉപയോഗിക്കേണ്ടത്. ജ്ഞാനം, വൈരാഗ്യം. ജ്ഞാനം വേണം, അതേപോലെ വൈരാഗ്യം അതേ സമയം. എന്താണ് വൈരാഗ്യം? വെറുതെ റിനൗൺസ് ചെയ്യല്ല, ഡിറ്റാച്ച് ചെയ്താൽ മാത്രം പോരാ, അറ്റാച്ചും കൂടി ചെയ്യണം.
ഭൗതിക തലത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന സമയത്തിനോട് കൂടിയിട്ട് നമ്മൾ ആധ്യാത്മിക തലത്തിലേക്ക് അറ്റാച്ച് ചെയ്യണം. റിനൗൺസിങ് ദ ഫ്രൂട്ട്സ് മാത്രം പറഞ്ഞാൽ ഞാൻ റിനൗൺസ് ചെയ്തു, എനിക്കൊന്നും വേണ്ട പറഞ്ഞിരുന്ന കാര്യമില്ല. ആ ഫ്രൂട്ട്സിനെ നമ്മൾ ഭഗവാന് സമർപ്പിക്കണം, ഭഗവാന്റെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറയുമ്പോൾ അതാണ് ആക്ച്വൽ റിനൗൺസിയേഷൻ. നമ്മുടെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് ഉപയോഗിക്കാതെ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സിനെ ഭക്തിയിലേക്ക് അത് ഉപയോഗിക്കണം. അപ്പോഴാണ് ഫുള്ളാവുള്ളൂ. മറ്റത് വൺ സൈഡഡ് ആണ്, നമ്മൾ ഡിറ്റാച്ച് ചെയ്ത് എനിക്ക് വേണ്ട. പക്ഷെ നമ്മളിവിടെ റിനൗൺസ് ചെയ്ത് വേറെ വല്ലവരും ദുരുപയോഗിക്കാം, അത് പാടില്ല. അപ്പൊ നമ്മൾ ഡിറ്റാച്ച് ചെയ്താൽ മാത്രം പോരാ, അറ്റാച്ചിങ് കൂടി ചെയ്യണം. അതാണ് ഈ സിറ്റുവേറ്റഡ് ആക്ച്വലി ഇൻ ദ സെൽഫ് എന്ന് പറയുന്നത് ആത്മനിഷ്ഠ. ദസ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ റിയാക്ഷൻസ് ഓഫ് അവർ. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് എന്താണ് നേരത്തെ മംഗളമാദേവി പറഞ്ഞ പോലെ അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അകർമ്മ പ്ലാറ്റ്ഫോമിലായിരിക്കും. യാതൊരു റിയാക്ഷൻസ് കിട്ടില്ല, ഗുഡ് ഓർ ബാഡ്. So he is not bound by the reactions of work or conqueror of riches, Dhananjaya. So one who follows the instruction of the Bhagavad Gita as it is imparted by the Lord, the personality of Godhead himself becomes free from all doubts by the grace of transcendental knowledge. അപ്പോൾ ഈ ദിവ്യ ജ്ഞാനം കൊണ്ട് ഏതൊരു വ്യക്തിയാണോ ഭഗവത്ഗീതയിലുള്ള നിർദ്ദേശം അത് പ്രകാരം തന്നെ പാലിക്കുന്നത്, തീർച്ചയായിട്ടും എല്ലാ സംശയങ്ങളിലും സംശയമുക്തനായിട്ട് ഭഗവാന്റെ ഈ ദിവ്യജ്ഞാനം കിട്ടും ചെയ്യും. He as a part and parcel of the Lord in full Krishna consciousness is already established in self-knowledge. As such, he is undoubtedly above bondage to action. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി ഭഗവാന്റെ അംശമായിട്ടുള്ള അതായത് മമായി മാംസ ജീവലോകെ നമ്മളെല്ലാം ഭഗവാന്റെ അംശമാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ വ്യക്തി, പൂർണ്ണമായിട്ടും കൃഷ്ണാവബോധത്തിൽ വർത്തിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള നോളജ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഈ ബന്ധനത്തിൽ പെടുന്നില്ല. അൺഡൗട്ട്ലി എബോവ് ബോണ്ടേജ്, നമ്മുടെ കർമ്മബന്ധനത്തിൽ വരുന്നില്ല, അതിന് മുകളിലാണ്. അല്ലെങ്കിൽ ഓരോ കർമ്മത്തിനും നമ്മളെ ഇവിടെ ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നല്ലതായാലും ശരി ചീത്തയായാലും ശരി. നല്ല കർമ്മം ചെയ്താൽ നല്ലത് വന്നു ഭവിക്കുന്നു, അതേപോലെ ചീത്തയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും ചീത്തയായിരിക്കും. രണ്ടിനും നമുക്ക് തിരിച്ചു വരേണ്ടി വരും. രണ്ടിനും അതീതമായിട്ട്, രണ്ടും ന്യൂട്രലായിരിക്കണം. അപ്പം നമ്മളുടെ ലൈഫിലത്തെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫൈനൽ ബാലൻസ് എന്തായിരിക്കണം? രണ്ടും 0 ആയിരിക്കണം. ഡെബിറ്റും ക്രെഡിറ്റും 0 ആയിരിക്കണം. അതായത് പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും 0 ആയിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മളുടെ ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ രണ്ടിനും നമുക്ക് തിരിച്ചു കൊണ്ടുവരും. നല്ലതാണെങ്കിൽ നല്ല എൻജോയ്മെന്റിന് വേണ്ടിയിട്ട്, ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, ചീത്തയാണെങ്കിൽ നമുക്ക് അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട്, അതായത് പാപകർമ്മങ്ങൾ വീണ്ടും വന്നു ചേരും, അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അത് നരക ജീവിതം ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ നമുക്ക് അനുഭവിക്കും. നരകത്തിൽ പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നരകത്തിൽ പോയാൽ അത് വേറൊരു കാര്യം. ഇപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടുന്ന് പുറത്ത് പോയി ഒരാളുടെ പിക്ക് പോക്കറ്റ് ചെയ്തു, പേഴ്സ് തട്ടിപ്പറിച്ചു, ഓടി രക്ഷപ്പെട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് നമ്മളുടെ ടയർ പഞ്ചറായപ്പോൾ ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് കള്ളൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്നു, ആളെ പിടിച്ചു. ശരിക്കും നന്നായിട്ട് കുതിരി തല്ലും ഇല്ലേ? ആദ്യം തന്നെ മനസ്സിലായി കള്ളനാന്ന് അറിഞ്ഞപ്പോൾ. ആദ്യം രക്ഷപ്പെട്ടു, പിന്നെ എല്ലാവരും പിടിച്ചപ്പോൾ കുതിര തല്ലി. പിന്നെ അവർ പോലീസിനെ പിടിച്ചു കൊടുത്തു. പോലീസ് അവിടെ ചെന്ന് രണ്ടാമതും ഇഷ്ടം പോലെ കൊടുത്തു. ഇവരെ കേസ് തുടങ്ങിയിട്ടില്ല. ഇനി കേസ് ഫയൽ ചെയ്ത് കോർട്ടിൽ കയറി പിന്നെ ശിക്ഷ ജയിലിൽ കിട്ടും. അതേപോലെ ഇവിടെ നമ്മൾ ഒരുപാട് അനുഭവിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ശരിക്കുള്ള ബാക്കി എവിടെ കിട്ടുക? നരകത്തിൽ കിട്ടും. യമരാജാവ് തീരുമാനിക്കും. കേസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടംപോലെ കിട്ടുമ്പോൾ ടോക്കൺ പണിഷ്മെന്റ്
ഫൈനലായിട്ട് യമരാജ് തീരുമാനിക്കും എന്ത് ശിക്ഷയാണ് നമ്മൾ ഈ ഇതിന് അനുഭവിക്കേണ്ടത്. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. ഹരേ കൃഷ്ണ. അപ്പോ ആരാണ് ബന്ധനത്തിൽ നിന്ന് മുക്തനാവുന്നത്? പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തില് ഭഗവാന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന വ്യക്തി മാത്രം. ഏതൊരു ആക്ടിവിറ്റിയും സ്പിരിച്വലൈസ് ചെയ്യുക. എനിക്ക് വേണ്ടിയല്ല, ഇതെല്ലാം എൻ്റെ സ്പിരിച്വൽ പ്രോഗ്രസിനും ഭഗവാന്റെ പ്രീതിക്കും മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടി ആണ്. മറ്റുള്ളവരെ സഹായിക്കാൻ ഭൗതിക തലത്തിൽ, ഭൗതിക തലത്തിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക തലത്തിൽ, ആത്മീയ തലത്തിൽ അവർക്ക് അവരെ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഉദ്ധരിക്കുന്ന കൂടെ അവരെയും കൂടി, അതായത് നമ്മളുടെ അധീനത്തിലുള്ള ആൾക്കാരെ, നമ്മളുടെ ആ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരെ, നമ്മൾ ആരെയാണോ വൗച്ച് ചെയ്യുന്നത് അവരെ എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാളെ നമ്മുടെ വീട്ടിലെ ഒരാളായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമുക്ക് ഈ വഴിയിൽ കൊണ്ടുപോകാൻ വന്നാൽ, അതും പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വന്തം നന്നാവുക. പക്ഷെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, മറ്റുള്ളവരെ പിടിച്ച് താഴെ വലിക്കാതിരിക്കുക. ഇത്രയും സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ പറ്റും. ഹരേ കൃഷ്ണ. സോ ടെക്സ്റ്റ് 42 അടുത്ത ആഴ്ച. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गो प्रेमानंद।